കൂറ്റൻമരം കടപുഴകി വീടിന് മുകളിൽ വീണു. കൈക്കുഞ്ഞുൾപ്പെടെയുള്ള കുടുംബം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വഴിക്കടവ് പുഞ്ചക്കൊല്ലി നഗറിൽ പാലക്കടവ് കണ്ണന്റെ വീടിന് മുകളിലാണ് കൂറ്റൻ പുളിമരം കടപുഴകി വീണത്. ചൊവ്വാഴ്ച രാവിലെ 9:30യോടെയാണ് സംഭവം. കനത്ത മഴയിൽ കുതിർന്ന മണ്ണിൽ രണ്ട് കൂറ്റൻ മരങ്ങളാണ് ചൊവ്വാഴ്ച രാവിലെ കടപുഴകി വീണത്. ഒന്ന് വീടിന് മുകളിലേക്കും മറ്റൊന്ന് മറ്റൊരു വശത്തേക്കും മറിയുകയായിരുന്നു. വേരുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്ക് ഓടുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. കടപുഴകിയ മരം വൈദ്യുതി ലൈനിൽ ചാഞ്ഞാണ് വീടിന് മുകളിലേക്ക് വീണത്. അപ്പം ഒരു ചെറിയൊരു പൊട്ടൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പെണ്ണുങ്ങൾക്ക്. ഞാനിത് കേട്ടിട്ടില്ല. ഞാൻ കുട്ടീൻ്റെ മാട്ടിൽ വെച്ചിങ്ങനെ കുട്ടി വെള്ളമായിട്ട് കുട്ടി അവിടെ നിന്ന് മണ്ടി വന്ന് എൻ്റെ അടുത്ത് ഞാൻ കുട്ടീനെ എടുത്തു. അതുകൊണ്ട് നല്ല ഭാഗ്യം. അല്ലെങ്കിൽ ആ പൂർവ്വക്കൊല്ലി കുട്ടീനെ മുഴുവൻ നിൽക്കുന്നു. ഒരു പണിയില്ല ഞങ്ങൾക്ക്. ഞങ്ങളിപ്പോ താഴെ വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛന്റെ അമ്മന്റെ കൂടെയാണ് താമസിക്കുന്നത്. അവിടെ വീടും പോയില്ല. 7 മാസത്തോളമായി വീട് പണി തുടങ്ങിയിട്ട്. അന്നേ ഞങ്ങൾ പഞ്ചായത്തോട് പറഞ്ഞ ഞങ്ങൾ സ്വന്തം വീട് പണി എടുക്കാന്ന് പറഞ്ഞപ്പോൾ അവരത് സമ്മതിച്ചിട്ടില്ല. സൊസൈറ്റി കൊടുക്കുന്നൊക്കെയാണ് അവരന്ന് പറഞ്ഞത്. സൊസൈറ്റി കൊടുക്കുക, അവർ വീട് പണി വേഗം പൂർത്തിയാക്കി തരുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇതുവരേക്കും വീട് പണി പൂർത്തിയായിട്ടില്ല. 7 മാസത്തോളമായി വീട് പണി ഇങ്ങനെ കിടക്കുകയാണ്. വൈദ്യുതി ലൈൻ താങ്ങായതിനാൽ വൻ അപകടം ഒഴിവാകുകയായിരുന്നു. വീട് നിർമ്മാണം നടക്കുന്നതിനാൽ കണ്ണന്റെ മകൻ ശബരീശനും കുടുംബവും ഉൾപ്പെടെ 10-ലധികം പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. വിവരമറിഞ്ഞ നെല്ലിക്കുത്ത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ലാൽവി നാഥിന്റെ നേതൃത്വത്തിൽ വനപാലകരും നാട്ടുകാരും സ്ഥലത്തെത്തി. മരം മുറിച്ചുമാറ്റാനും മറ്റും നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയും പുറപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, എടക്കര.